Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂരിൽ വൻ ലഹരിവേട്ട. പിടികൂടിയത് 160.05 ഗ്രാം MDMA. കോഴിക്കോട് സ്വദേശി ഷംനാദ്, രാമന്തളി സ്വദേശികളായ PK ആസിഫ്, CA മുഹാദ് എന്നിവരിൽ നിന്നാണ് പയ്യന്നൂർ പോലീസ് MDMA പിടികൂടിയത്. 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദറിന്റെ പുണ്യം തേടി പവിത്രമായ റംസാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിച്ച് വിശ്വാസികൾ. മാസങ്ങളിൽ ശ്രേഷ്ഠമായത് റംസാൻ മാസവും ദിവസങ്ങളിൽ ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ചയുമാണെന്നാണ് വിശ്വാസം. രാജഗിരി ക്വാറിയിൽ നിന്ന് മെറ്റിലുമായി പോവുകയായിരുന്ന ടോറസ് ലോറി കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. പോലീസ് കസ്റ്റഡിയിലെടുത്ത വാഹനം വിട്ടുകൊടുക്കുന്നതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷം. പ്രതിഷേധക്കാരെ പോലീസ് നീക്കം ചെയ്തു. നിർമ്മാണം പൂർത്തിയായി വരുന്ന പയ്യന്നൂർ കോടതി സമുച്ചയവുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണവുമായി അഭിഭാഷക കൂട്ടായ്മ രംഗത്ത്. 6 നില കെട്ടിടം നിർമ്മിക്കാൻ ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭിച്ചുവെങ്കിലും നിലവിൽ പൂർത്തിയായ കെട്ടിടത്തിന് ഗ്രൗണ്ട് ഫ്ലോർ അടക്കം 4 നിലകൾ മാത്രം. ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു അഭിഭാഷകർ. വാർത്തകൾ വിശദമായി. പയ്യന്നൂരിൽ വൻ ലഹരിവേട്ട. പിടികൂടിയത് 160.05 ഗ്രാം MDMA. കോഴിക്കോട് സ്വദേശി ഷംനാദ്, രാമന്തളി സ്വദേശികളായ PK ആസിഫ്, CA മുഹാദ് എന്നിവരിൽ നിന്നാണ് പയ്യന്നൂർ പോലീസ് MDMA പിടികൂടിയത്. വ്യാഴാഴ്ച രാത്രി 11 മണിയോടെയാണ് പയ്യന്നൂർ പെരുമ്പയ്ക്ക് സമീപം ബൈപ്പാസ് റോഡിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 160 ഗ്രാം MDMAയുമായി 3 യുവാക്കളെ പയ്യന്നൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കോഴിക്കോട് അത്തോളി സ്വദേശി വിൽപ്പനയ്ക്കായി ലോഡ്ജിലെത്തിച്ച MDMAയാണ് SI C സനീദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. അത്തോളി സ്വദേശി ഷംനാദ്, രാമന്തളി സ്വദേശികളായ PK ആസിഫ്, CA മുഹാദ് എന്നിവരാണ് പിടിയിലായത്. SI K ദിലീപൻ, പ്രൊബേഷണൽ SIമാരായ ജിതിൻ, മഹേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അബ്ദുൾ ജബ്ബാർ, സുമിനേഷ് തുടങ്ങിയവരാണ് പോലീസ് സംഘത്തിലുണ്ടായിരുന്നത്. ഷംനാദിന്റെ ബാഗിൽ നിന്നും മറ്റുള്ളവരുടെ പാൻസിന്റെ പോക്കറ്റിൽ നിന്നുമാണ് MDMA കണ്ടെടുത്തത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സംസ്ഥാനത്താകെ ലഹരി വിതയ്ക്കുന്ന വിപത്തുകളുടെ വാർത്തകളാണ് നാം ദിനേന കേട്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചുകുട്ടികളുടെ കയ്യിൽ പോലും ലഹരി സുലഭമായി എത്തുന്ന വാർത്തകൾ നമ്മളെ ഞെട്ടിക്കുന്നത് തന്നെയാണ്. അത്തരത്തിൽ പയ്യന്നൂരിൻ്റെയും പരിസര പ്രദേശങ്ങൾ പോലും ഇത്തരത്തിൽ ലഹരി മാഫിയയുടെ കൈകളിൽ മുറുകുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് ഇത്തരം അറസ്റ്റുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നതും. കഴിഞ്ഞ ദിവസം പയ്യന്നൂർ ബൈപ്പാസ് റോഡിലെ സ്വകാര്യ ലോഡ്ജിൽ വെച്ചാണ് 160 ഗ്രാം MDMAയുമായി 3 പേരെ പയ്യന്നൂർ പോലീസ് SI സംഘവും അറസ്റ്റ് ചെയ്യുന്നത്. ഇത്രയും രീതിയിലേക്ക് പയ്യന്നൂരിലേക്ക് പോലും ലഹരിയുടെ കൈകൾ എത്തി എന്ന് തന്നെ നാം ഈ നിമിഷത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു വലിയ ലഹരി മാഫിയയുടെ റാക്കറ്റിൽപ്പെട്ട സംഘം തന്നെയാണ് ഇവർ എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനയും. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ. പുണ്യങ്ങളാൽ പവിത്രമായ റംസാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിച്ച് വിശ്വാസികൾ. മാസങ്ങളിൽ ശ്രേഷ്ഠമായത് റംസാൻ മാസവും ദിവസങ്ങളിൽ ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ചയുമാണെന്നാണ് വിശ്വാസം.
റമദാനിലെ അവസാന വെള്ളിയാഴ്ച വിശ്വാസികൾ പ്രാർത്ഥനാ നിർഭരമാക്കി. പള്ളികളിൽ ജുമാ നമസ്കാരത്തിനെത്തിയവരാൽ നിറഞ്ഞു. റമദാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ചയാണ് ജുമാഅത്ത് ഉൽ വിദ. വിശുദ്ധ ഖുർആനിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേലുണ്ടാകട്ടെ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഈ വർഷത്തെ ജുമാഅത്ത് ഉൽ വിദ മാർച്ച് 27 വ്യാഴാഴ്ച വൈകുന്നേരം ആരംഭിച്ചു. മാർച്ച് 28 വെള്ളിയാഴ്ച വൈകുന്നേരം അവസാനിച്ചു. വിശ്വാസികൾ ഈ ദിവസം വളരെ ആവേശത്തോടെയാണ് ആഘോഷിക്കുന്നത്. സർവശക്തനോട് പ്രാർത്ഥിക്കുകയും പരസ്പരം വീടുകൾ സന്ദർശിച്ച് ആശംസകൾ കൈമാറുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണിത്. ഈ ദിവസം പള്ളികളിൽ വലിയ ഒത്തുചേരലുകളും നടക്കുന്നു. വിശ്വാസികൾ വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യും. മറ്റ് മതപരമായ ആചാരങ്ങളിലും ഏർപ്പെടും. ദരിദ്രർക്ക് ഭക്ഷണം നൽകും. മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടും. ആഘോഷങ്ങൾക്ക് ശേഷം കുടുംബങ്ങൾ വീട്ടിൽ വിരുന്നുകൾ സംഘടിപ്പിക്കും. ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് പള്ളികൾ കേന്ദ്രീകരിച്ച് വിവിധ സംഘടനകൾ ഫിത്ർ സക്കാത്ത് ശേഖരിക്കുന്നതിന്റെയും വിതരണത്തിന്റെയും ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. രാജഗിരി ക്വാറിയിൽ നിന്ന് മെറ്റലുമായി പോവുകയായിരുന്ന ടോറസ് ലോറി കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. പോലീസ് കസ്റ്റഡിയിലെടുത്ത വാഹനം വിട്ടുകൊടുക്കുന്നതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷം. പ്രതിഷേധക്കാരെ പോലീസ് നീക്കം ചെയ്തു. വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം. രാജഗിരി ക്വാറിയിൽ നിന്ന് കല്ലുമായി വന്ന ടോറസ് ലോറി കോൺഗ്രസ് പ്രവർത്തകർ തടയുകയായിരുന്നു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി വാഹനം കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ എത്തിച്ചു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം വാഹനം വിട്ടുകൊടുക്കാനുള്ള നീക്കത്തിനെതിരെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും വാർഡ് മെമ്പർ ഷാൻഡി കലാധരനും പ്രതിഷേധിക്കുകയായിരുന്നു. കോൺഗ്രസ് നേതാക്കളായ മഹേഷ് കുന്നമ്മൽ, ജേസൺ പൂക്കളത്തിൽ, മനോജ് വടക്കേൽ, സലിം തേക്കാട്ടിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വാഹനത്തിനു മുന്നിൽ കുത്തിയിരുന്ന് സമരം നടത്തി. തുടർന്ന് സമരക്കാരെ പോലീസ് നീക്കം ചെയ്യാൻ ശ്രമിക്കുകയും ഇതിനെതിരെ പ്രതിഷേധിച്ച ആളുകളെ ചെറുപുഴ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ ഗോപിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത് നീക്കി. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. നിർമ്മാണം പൂർത്തിയായി വരുന്ന പയ്യന്നൂർ കോടതി സമുച്ചയവുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണവുമായി അഭിഭാഷക കൂട്ടായ്മ രംഗത്ത്. 6 നില കെട്ടിടം നിർമ്മിക്കാൻ ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭിച്ചുവെങ്കിലും നിലവിൽ പൂർത്തിയായ കെട്ടിടത്തിന് ഗ്രൗണ്ട് ഫ്ലോർ അടക്കം 4 നിലകൾ മാത്രമേ ഉള്ളൂ. ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അഭിഭാഷകർ. പയ്യന്നൂരിൽ ഒരു മജിസ്ട്രേറ്റ് കോടതി, മുനിസിപ്പൽ കോടതി, 2 അഡീഷണൽ കോടതി എന്ന നിലയിൽ ഒരു കോടതി സമുച്ചയം തന്നെ വരുമെന്നുള്ള വലിയ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയാണ്. അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. 2018 അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിയപ്പോഴും അതിനുശേഷം 2019 ടെക്നിക്കൽ സാങ്ഷൻ കിട്ടിയപ്പോഴും മുഖ്യമന്ത്രി 2019 തറക്കല്ലിടൽ കർമ്മം നടത്തിയപ്പോഴും ഇത് 5+1 G+5 6 നിലകളുടെ ബിൽഡിങ്ങിനാണ് രൂപകൽപ്പന ഉണ്ടായിരുന്നത്. 4626 സ്ക്വയർ മീറ്റർ ബിൽഡിംഗാണ് മൊത്തത്തിൽ ആ മാസ്റ്റർ പ്ലാനിൽ വ്യക്തമാക്കിയിരുന്നത്. 2 ലിഫ്റ്റുകളും പാർക്കിംഗ് സൗകര്യവും ഉൾപ്പെടെയുള്ള ആധുനിക സജ്ജീകരണത്തോടു കൂടിയ ഒരു കെട്ടിടത്തിനാണ് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയി 2023 ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ കോടതി ജഡ്ജി, തലശ്ശേരി ജില്ലാ കോടതി ജഡ്ജി ശ്രീ നിസാർ ഇവിടെ ഇൻസ്പെക്ഷന് വന്ന സമയത്താണ് ഇതിൽ നിന്ന് 2 നില കുറച്ച് 4 നിലകൾ, അതായത് G+3 മാത്രമായി ഈ ബിൽഡിംഗ് പരിമിതപ്പെടുത്തി എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് ഏതാണ്ട് 33%, 1/3 ഭാഗത്തോളം ബിൽഡിംഗ് തന്നെ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. 2 നിലകൾ ഇല്ലാതായി എന്ന് പറയുമ്പോൾ നമ്മൾ 2 അഡീഷണൽ കോടതികൾ ഇല്ലാതായി, അത്തരത്തിലുള്ളൊരു സ്വപ്നം ഇനി പയ്യന്നൂരിന് ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കണം. അഡീഷണൽ സ്ഥല സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് പയ്യന്നൂരിലേക്ക് കോടതികളൊന്നും വരാത്തത്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും, ഈ അടുത്ത പ്രദേശമാണല്ലോ തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ കോടതി വന്നിട്ട് 1-2 വർഷങ്ങൾ കഴിഞ്ഞു. അതുപോലെ പോക്സോ കോടതി അവിടെയുണ്ട്. പക്ഷേ പയ്യന്നൂരിൽ അതിന് മുമ്പ് സബ് കോടതി വന്ന സെൻറ്ററാണ് പയ്യന്നൂർ. പക്ഷേ പുതിയ കോടതികൾ അനുവദിക്കപ്പെടാൻ സ്ഥല സൗകര്യമില്ലാത്തതാണ് പ്രധാനപ്പെട്ട കടമ്പയായിട്ടുണ്ടായിരുന്നത്. അതിനൊരു പരിഹാരമാകും എന്നുള്ള നിലയിലാണ് ഈ ബിൽഡിംഗ് വന്നിരുന്നത്. അത് ഇല്ലാതായ ഒരു സാഹചര്യം ഇപ്പം വന്നിരിക്കുന്നു. അതൊരു ദുരൂഹമായ സാഹചര്യത്തിലാണ് വന്നിരിക്കുന്നത്. വളരെ ഗോപ്യമായി ഈ നടപടിക്രമങ്ങളൊക്കെ നടത്തുകയും സുതാര്യമല്ലാത്ത രൂപത്തിൽ പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ ഇത് ഏതോ ഒരു ഘട്ടത്തിൽ ഈ 2 നിലകൾ എടുത്തു കളയപ്പെടുകയായിരുന്നു. ഹൈക്കോടതി ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഹൈക്കോടതിയിൽ ഈ കാര്യം അറിഞ്ഞിട്ടേയില്ല. ആകെ അറിയുന്നത്
അഡീഷണൽ എസ്റ്റിമേറ്റ് കൊണ്ട് രണ്ടാമത് 5ഉം 6ഉം നിലകൾക്കുള്ള നിർമ്മാണത്തിൻ്റെ ASന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ലെറ്റർ രജിസ്ട്രാർക്ക് പോയപ്പോൾ മാത്രമാണ് ഇങ്ങനൊരു സംഭവം അറിയുന്നത്. അത് അവിടുന്ന് ഫോർവേഡ് ചെയ്തു എന്നല്ലാതെ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്ന സാഹചര്യം ആ സമയത്ത് കോടതിക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ദുരൂഹമാണ്. ആ ദുരൂഹത നീക്കിക്കിട്ടണം. ഇതിൽ എന്തെങ്കിലും ക്രമരഹിതമായി നടന്നിട്ടുണ്ടെങ്കിൽ അത് അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടാവുന്ന ക്രമരാഹിത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ആ രൂപത്തിൽ വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുകൂടിയാണ് റിട്ട് ഫയൽ ചെയ്തത്. അതിൽ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 6 നില ഹൈക്കോടതി അംഗീകരിച്ച പ്ലാൻ പ്രകാരമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തതും എസ്റ്റിമേറ്റും മേസും ഒക്കെ ആണ്. അത് ഹൈക്കോടതി അംഗീകരിച്ച പ്ലാനാണ്. അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് അത് കട്ട് ചെയ്ത് ഹൈക്കോടതി അനുമതി വാങ്ങാതെ അതേ എസ്റ്റിമേറ്റ് തുകയായ 14 കോടി രൂപയ്ക്ക് 4 നിലയായി കുറച്ചത് എന്തടിസ്ഥാനത്തിലാണ് എന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ടത്. അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ 14 കോടി രൂപയ്ക്ക് 4 നിലയാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ 2 നിലയുടെ തുക എവിടെ പോയി? അത് തീർച്ചയായിട്ടും അവർ വിശദീകരിക്കേണ്ടതാണ്. പക്ഷേ നമ്മൾ വീണ്ടും ഇവിടുന്ന് 2 നില കൂടി വേണമെന്ന് ബാർ അസോസിയേഷൻ നേതൃത്വത്തിൽ ഹൈക്കോടതിയുടെ റെസൊല്യൂഷൻ കൊടുത്ത് അപ്പോഴാണ് അഡീഷണൽ എസ്റ്റിമേറ്റ് 6.96 കോടി രൂപയ്ക്ക് അഡീഷണൽ എസ്റ്റിമേറ്റ് ഇവിടുന്ന് കൊടുക്കുന്നത്. PWD അംഗീകരിച്ച് അപ്പോഴാണ് അവർ ഈ 2 നില പോയ കാര്യം പറഞ്ഞിട്ട് അതിനനുസരിച്ചിട്ട് അവർ തന്നെയാണ് പറയുന്നത് ഞങ്ങൾ 6.9 കോടിക്ക് അഡീഷണലായിട്ട് 2 നില കൊടുക്കാമെന്ന്. പക്ഷേ അതിന് ഗവൺമെൻറ് പൈസ ഇല്ലയെന്ന് പറഞ്ഞിട്ട് നിഷേധിച്ചു, അതിനനുമതി നിഷേധിച്ചു. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്തു? നമ്മുടെ സ്വപ്നം ചിറകരിഞ്ഞു എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇനി ഇവിടെ വരാൻ സാധ്യതയില്ല, ഈ 2 നില വരാനൊരു സാധ്യതയില്ല. അതാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കോടതി സമീപിക്കുന്നത്. കോടതി ഇടപെടലില്ലാതെ ഇനി ഒരു അഡീഷണൽ 2 നില കിട്ടാനുള്ള സാധ്യത കുറഞ്ഞു എന്നുള്ളത് കണ്ടുകൊണ്ടാണ് കോടതി ബിൽഡിങ്ങിൽ ലിഫ്റ്റിന്റെ സൗകര്യം പോലും ഇല്ലാന്നില്ല. ലിഫ്റ്റ് സൗകര്യമില്ല, പാർക്കിംഗ് സൗകര്യമില്ല, അത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ. ഇപ്പോൾ ഈ ബിൽഡിംഗ് ഏതാണ്ട് പൂർത്തീകരിക്കുമ്പോൾ ലിഫ്റ്റ് ഇല്ലാത്തത് കൊണ്ട് മുനിസിപ്പാലിറ്റി നമ്പർ അനുവദിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പഴയ ലിഫ്റ്റിന് വെച്ചിരുന്ന ഡക്റ്റിൻ്റെ ഭാഗം വീണ്ടും പൊളിച്ചിട്ട് പുതിയ ലിഫ്റ്റിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. അതിന് വീണ്ടും എസ്റ്റിമേറ്റ് ആക്കി കൊടുത്തു എന്നാണ് പറയുന്നത്. ഇത് കൂടാതെ ആദ്യത്തെ എസ്റ്റിമേറ്റിൽ 84 ലക്ഷം രൂപ 2 ലിഫ്റ്റിന് വേണ്ടി പ്രൊവിഷൻ ഉണ്ടായിരുന്നു. ആ 84 ലക്ഷം രൂപ എവിടെ പോയി എന്നറിയില്ല. ഇപ്പോൾ പുതിയ ലിഫ്റ്റ്, അതിനേക്കാൾ ചെറിയ അളവിലുള്ള ലിഫ്റ്റ് വെക്കാൻ പുതിയ എസ്റ്റിമേറ്റിന് വേണ്ടി വീണ്ടും അപേക്ഷിച്ചിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ ഇവിടെ പോയി എന്നറിയില്ല. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. ഈ പയ്യന്നൂരിലേക്ക് അനുവദിക്കുന്ന കോടതികൾ പോലും ഇനി സ്ഥല പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ അനുവദിച്ച് അല്ലെങ്കിൽ ഇവിടെ കോടതി ഉണ്ടാവുകയില്ല എന്നൊക്കെയുള്ള ഏറ്റവും ഖേദകരമായ കാര്യം തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ. എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും രേഖ എന്ന ലക്ഷ്യത്തോടെ പയ്യന്നൂർ അസംബ്ലി മണ്ഡലം പട്ടയ അസംബ്ലി കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. TA മധുസൂദൻ MLA അധ്യക്ഷത വഹിച്ചു. ഭൂരഹിതരില്ലാത്ത കേരളം സാക്ഷാത്കരിക്കുക, എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എന്ന ലക്ഷ്യത്തോടെ പട്ടയ വിതരണം ഊർജിതമാക്കുന്നതിന് രൂപീകരിച്ച പട്ടയ മിഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടിയാണ് പട്ടയ അസംബ്ലി സംഘടിപ്പിച്ചത്. മണ്ഡലത്തിലെ പട്ടയ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതിന്റെ ഭാഗമായി കൂടിയായിരുന്നു പട്ടയ അസംബ്ലി. കാങ്കോൽ ആലപ്പടമ്പ് ഓഡിറ്റോറിയത്തിൽ നടന്ന അസംബ്ലിയിൽ TA മധുസൂദനൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം M രാഘവൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ, കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു, കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ, രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് V ഷൈമ, പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് പ്രസിഡന്റ് VM ഉണ്ണികൃഷ്ണൻ, ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ, എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ, തഹസിൽദാർ T മനോഹരൻ, ഡെപ്യൂട്ടി തഹസിൽദാർ TP രമേശൻ, P ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ചെറുപുഴ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുകളിൽ നിലയിൽ നിന്നും കോൺക്രീറ്റ് കഷ്ണങ്ങൾ അടർന്നു വീണു. തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായത്. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ ഉണ്ടായ കാറ്റിലും വേനൽമഴയിലുമാണ് സപ്ലൈകോക്ക് എതിർവശത്തെ കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ അടർന്നു വീണത്. ആളുകളും വാഹനങ്ങളും കടന്നു പോകുന്ന ഇവിടെ മഴയായതുകൊണ്ട് മാത്രമാണ് ആളില്ലാതിരുന്നത്. സംഭവം അറിഞ്ഞ് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹർഷിത് PVയും ഓവർസീർമാരും സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. എരമംകുറ്റൂർ പഞ്ചായത്തിൽ മൈനർ ഇറിഗേഷൻ വകുപ്പ് നിർമ്മിച്ച മാവുള്ളപ്പോയിൽ VCBയുടെ ഉദ്ഘാടനം TA മധുസൂദൻ MLA നിർവഹിച്ചു. 98 ലക്ഷം രൂപ ചിലവിലാണ് തെന്നംപുഴയ്ക്ക് കുറുകെ VCB നിർമ്മിച്ചത്. എരമംകുറ്റൂർ പഞ്ചായത്തിൽ മൈനർ ഇറിഗേഷൻ വകുപ്പ് നിർമ്മിച്ച മാവുള്ളപ്പോയിൽ VCBയുടെ ഉദ്ഘാടനം TA മധുസൂദനൻ MLA നിർവഹിച്ചു. റോഡിന്റെ പണി പൂർത്തിയാവുകയും വളരെ ചെറിയ പണിയാണ് പാലത്തിന് ഇനി ബാക്കിയുള്ളത്. അതുകൂടി പൂർത്തിയായാൽ ഗംഭീരമായിട്ടുള്ളൊരു പരിപാടിയോടുകൂടി ഇവിടെ ആ പാലം നമുക്ക് നാടിന് തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി കഴിയും. അതിനോടൊപ്പമാണ്
വെള്ളം കെട്ടി നിർത്തുന്നതിന് ആ പാലത്തെ ആശ്രയിക്കാൻ പറ്റില്ല. കാരണം കേരളത്തിലെ കഴിഞ്ഞൊരു വെള്ളപ്പൊക്കം എന്ന് പറയുന്നതാണ് ഏറ്റവും ഉയരത്തിൽ വെള്ളം വന്നു ചേർന്നിട്ടുള്ളൊരു കാലം. ഞങ്ങൾ മാധവമംഗലത്തെ ഒരു പാലം ഈ സമീപകാലത്ത് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. 98 ലക്ഷം രൂപ ചിലവിലാണ് തെന്നമ്പുഴയ്ക്ക് കുറുകെ VCB നിർമ്മിച്ചത്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഇറിഗേഷൻ വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നോബിൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സുഷമ വത്സൻ, അന്നക്കുട്ടി ബെന്നി, KC രാജൻ, TV അനീഷ്, K ബാബു, ഇല്ലിക്കൽ ജെയിംസ്, MK മുസ്തഫ ഹാജി, P ശ്രീധരൻ, AV നാരായണൻ, M കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ലോക നാടക ദിനത്തിൽ ഏകപാത്ര നാടകവുമായി കോക്കാട് നാരായണൻ. എല്ലാ വർഷവും ഈ ദിനത്തിൽ നാരായണൻ വർത്തമാനകാലത്ത് ഗ്രസിക്കുന്ന പുഴുക്കുത്തുകൾക്കെതിരെ നാടകവുമായി രംഗത്തെത്താറുണ്ട്. ലോക നാടക ദിനത്തിൽ ഏകപാത്ര നാടകവുമായി കോക്കാട് നാരായണൻ കാങ്കോൽ രാജൻ സ്ക്വയറിലാണ് ഒറ്റയാൾ നാടകം അവതരിപ്പിച്ചത്. എല്ലാ വർഷവും ഈ ദിനത്തിൽ നാരായണൻ വർത്തമാനകാലത്തെ ഗ്രസിക്കുന്ന പുഴുക്കുത്തുകൾക്കെതിരെ നാടകവുമായി രംഗത്തെത്താറുണ്ട്. ഈ വർഷം ലഹരിക്കെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് നാടകം അവതരിപ്പിച്ചത്. ലഹരി തലയ്ക്ക് കയറിയവരെ കെട്ടിവലിച്ചു മടുത്ത കാലൻ കയറും പോത്തിനെയും തിരികെ ഏൽപ്പിക്കുന്നിടത്തു നിന്നാണ് നാടകം ആരംഭിക്കുന്നത്. തന്റെ വേഷവിധാനങ്ങൾ വലിച്ചെറിഞ്ഞ കാലൻ ലഹരിക്കെതിരെ ജനങ്ങൾക്കൊപ്പം കൈകോർക്കുന്നതോടെ നാടകം അവസാനിക്കുന്നു. ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP സിദിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത വേൾഡ് തിയേറ്റർ ഡേ, ലോക നാടക ദിനമാണ്. 1961 മുതൽ ഇങ്ങനെ മാർച്ച് മാസം 27-ാം തീയതി നാടക ദിനമായി ആചരിക്കാറുണ്ട്. ഇന്നേ ദിവസം മാർച്ച് മാസം 27-ന് വ്യത്യസ്ത വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കോക്കാട് നാരായണൻ വിവിധ വേദികളിൽ നാടകം അവതരിപ്പിക്കാറുണ്ട്. വിവിധ തെരുവുകൾ തിരഞ്ഞെടുത്ത്, വിവിധ കവലകൾ തിരഞ്ഞെടുത്ത് 5 മിനിറ്റൊക്കെ ദൈർഘ്യമുള്ള, അതോടൊപ്പം തന്നെ വലിയ സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നാടകം അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാനിടയാകാറുണ്ട്. ഫ്രണ്ട് സ്റ്റേജ് പയ്യന്നൂരിന്റെ നേതൃത്വത്തിലാണ് ആ ഘട്ടങ്ങളിലെല്ലാം നാടകം അവതരിപ്പിക്കാം. PV ഗോപി അധ്യക്ഷത വഹിച്ചു. K വിജിൻ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. അമ്മന്നില്ല, സഹോദരനില്ല, സഹോദരിയുമില്ല, പരസ്പരം മദ്യത്തിന് പണത്തിന് വേണ്ടി തലക്കടിച്ച് കൊല്ലുകയാണ്. അതെന്തെങ്കിലും അറിയുന്നുണ്ടോ? സിംഹാസനത്തിൽ ഇരുന്നാൽ മതിയല്ലോ. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദറിന്റെ പുണ്യം തേടി വിശ്വാസികൾ പുലരുവോളം മസ്ജിദുകളിൽ പ്രാർത്ഥനയിൽ കഴിച്ചുകൂട്ടി. റംദാനിലെ അവസാന വെള്ളിയുടെ രാവും 27-ാം രാവും ഒന്നിച്ചു വന്നത് വലിയ പ്രതീക്ഷയാണ് വിശ്വാസികളിൽ ഉണ്ടാക്കുന്നത്. വിധി നിർണയ രാവെന്നും ലൈലത്തുൽ ഖദർ അറിയപ്പെടുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസത്തിൽ ഖുർആൻ പാരായണവും സവിശേഷ പ്രതിഫലം ലഭിക്കുന്നതാണ്. ഖുർആൻ പൂർണ്ണമായി മനഃപ്പാഠമാക്കിയ ഹാഫിദുമാരാണ് വിവിധ പള്ളികളിൽ രാത്രി നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. റമദാനിലെ അവസാന 10-ൽ പ്രതീക്ഷിക്കുന്ന ലൈലത്തുൽ ഖദർ എന്നാണെന്ന് നിർണിതമായി പറഞ്ഞിട്ടില്ലെങ്കിലും അവസാന 10-ലെ ഒറ്റയിട്ട രാവുകളിൽ പ്രതീക്ഷിക്കണമെന്നാണ് പ്രവാചകന്മാർ പറയുന്നത്. തൃക്കരിപ്പൂർ ടൗൺ ജുമാ മസ്ജിദിൽ 27-ാം രാവിൽ ഖത്തീബ് ചുഴലി മുഹീദ്ദീൻ മൗലവി, ഹാഫിൽ മഹബൂബ്, ഹാഫിൽ സാബിർ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പുരോഗമന കലാസാഹിത്യ സംഘം പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയും ദൃശ്യ പയ്യന്നൂരും സംയുക്തമായി P അപ്പുക്കുട്ടൻ മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയും ദൃശ്യ പയ്യന്നൂരും സംയുക്തമായി P അപ്പുക്കുട്ടൻ മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അപ്പുക്കുട്ടൻ മാസ്റ്റർ നൽകിയ സംഭാവന വിലപ്പെട്ടതാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണോ എന്ന് ചോദിച്ചാൽ അതെ. എന്നാൽ സങ്കുചിത കക്ഷി രാഷ്ട്രീയ പ്രവർത്തനമാണോ അദ്ദേഹത്തെ നയിച്ചത്? അല്ല. രാഷ്ട്രീയമെന്ന് പറയുന്നത് കേവലം ഒരു
തലത്തിൽ നിന്ന് മാത്രം കാണേണ്ട ഒന്നല്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കലയും സാഹിത്യത്തെയും രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്താൻ കഴിഞ്ഞത്. ലോഹിയുടെ കാഴ്ചപ്പാടിൽ നിന്നാണ് അദ്ദേഹം മാർക്സിസത്തിലേക്ക് എത്തിയത് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. പി സന്തോഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി ഐ മധുസൂദനൻ MLA, EP രാജഗോപാലൻ, കലാമണ്ഡലം ലത, നാരായണൻ കാവുമ്പായി, PK സുരേഷ് കുമാർ, KV പ്രശാന്ത് കുമാർ, K ശിവകുമാർ, അഡ്വക്കേറ്റ് KV ഗണേശൻ, PV കുഞ്ഞപ്പൻ, K ജയരാജ്, V നാരായണൻ, TP വേണുഗോപാലൻ, അഡ്വക്കേറ്റ് സരിൻ ശശി തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സമൂഹത്തിൽ പടർന്നു കയറുന്ന ലഹരിയെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ പങ്കാളികളാവുക. മസ്ജിദ് അങ്കണത്തിൽ പ്രതിജ്ഞ ചൊല്ലി പരിശുദ്ധ റംദാനിലെ സമൂഹ നോമ്പുതുറ. ഉദുനൂർ പരത്തിച്ചാൽ ആവാഷ് മസ്ജിദ് വെൽഫെയർ കമ്മിറ്റി നേതൃത്വത്തിലാണ് ലഹരിക്കെതിരായുള്ള ക്യാമ്പയിന് തുടക്കമിട്ടത്. ആവാഷ് മസ്ജിദ് നിർമ്മിച്ചതിനു ശേഷം കഴിഞ്ഞ 30 വർഷത്തോളമായി മുടങ്ങാതെ ഇഫ്താർ സംഗമം നടത്തിവരുന്ന കമ്മിറ്റി പുതിയ തലമുറയെ നാശത്തിലേക്ക് നയിക്കുന്ന ലഹരി വസ്തുക്കൾക്കെതിരെ പൊരുതാൻ ആഹ്വാനം ചെയ്യുന്ന ക്യാമ്പയിനാണ് തുടക്കമിട്ടത്. ഉദിനൂർ പരത്തിച്ചാൽ ആവാസ് മസ്ജിദ് അങ്കണത്തിൽ പള്ളി ഖത്തീബ് അബ്ദുൽ കരീം കാക്കടവ് ലഹരിക്കെതിരെ ബോധവൽക്കരണ സന്ദേശം നൽകി. പടന്ന ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PV അനിൽകുമാർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പടന്ന ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് C കുഞ്ഞികൃഷ്ണൻ, ഉദിനൂർ ജുമാഅത്ത് കമ്മിറ്റി ട്രഷറർ N മൊയ്തു, AG ഖമറുദ്ദീൻ, റസാഖ് പുഴക്കര, MK മുനീർ, M സുലൈമാൻ, KN വാസുദേവൻ നായർ, A ഗോപാലൻ, റഫീഖ് ചെറുവത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. സമൂഹത്തിലെ നാനാതുറകളിലുള്ള നൂറുകണക്കിന് പേർ ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയിലും നോമ്പുതുറയിലും പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ ഉപജില്ലാ സംസ്കൃതം അക്കാദമിക് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സംസ്കൃതം സ്കോളർഷിപ്പ് വിജയികൾക്ക് അനുമോദനവും യാത്രയപ്പ് സമ്മേളനവും നടത്തി. പയ്യന്നൂർ BMLP സ്കൂളിൽ നടന്ന പരിപാടി പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഉപജില്ലാ സംസ്കൃതം അക്കാദമിക് കൗൺസിൽ സംസ്കൃതം സ്കോളർഷിപ്പ് വിജയികൾക്കുള്ള അനുമോദന സദസ്സും യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. പയ്യന്നൂർ BMLP സ്കൂളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ TV ജ്യോതി ബസു ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പയ്യന്നൂർ ഉപജില്ലാ സംസ്കൃതം കൗൺസിൽ സെക്രട്ടറി M പ്രസാദ് സ്വാഗതം പറഞ്ഞു. BMLP സ്കൂൾ ഹെഡ്മിസ്ട്രസ് ലസിത സാമുവൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ മണിയറ ചന്ദ്രൻ, പയ്യന്നൂർ ഉപജില്ലാ സംസ്കൃതം കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി P ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ ജില്ലാ കലോത്സവം സംസ്കൃതോത്സവ വിജയികളെയും ചടങ്ങിൽ അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഉറവ് കലാ സാംസ്കാരിക വേദി, യുവതാര, വെള്ളോറ, കൈരളി വായനശാല എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വെള്ളോറ ഗ്രാമോത്സവം ലോഗോ പ്രകാശനം ചെയ്തു. ടി മധുസൂദൻ MLA പ്രകാശനം നിർവഹിച്ചു. ഉറവ് കലാ സാംസ്കാരിക വേദി, യുവധാര, വെള്ളോറ, കൈരളി വായനശാല എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വെള്ളോറ ഗ്രാമോത്സവം ഏപ്രിൽ-മെയ് മാസത്തിൽ നടക്കും. ഗ്രാമോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ടി മധുസൂദൻ MLA നിർവഹിച്ചു. എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. PV സൂരജ്, KC രാജൻ, പ്രേമ സുരേഷ്, KK അടിയോടി മാസ്റ്റർ, P രമേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ കലാകായിക സാംസ്കാരിക പരിപാടികൾ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുണിയൻ നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾ മാർച്ച് 30-ന് പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കട ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കുണിയൻ നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾ മാർച്ച് 30-ന് വൈകിട്ട് 6 മണിക്ക് കവി മുരുകൻ കാട്ടാക്കട ഉദ്ഘാടനം ചെയ്യും. 7 മണിക്ക് ഉത്തരമേഖല കൈകൊട്ടിക്കളി മത്സരം നടക്കും. 2026 ജനുവരി വരെ നീണ്ടു നിൽക്കുന്നതാണ് ആഘോഷ പരിപാടികൾ. ഏപ്രിലിൽ സെവൻസ് ഫുട്ബോൾ, മെഡിക്കൽ ക്യാമ്പ്, ഓണോത്സവം, പൂരക്കളി മത്സരം എന്നിവ സംഘടിപ്പിക്കും. മെയ് മാസത്തിൽ ജൂനിയർ കബഡി, മഴയുത്സവം, വോളിബോൾ ടൂർണമെന്റ്, ഇൻവിറ്റേഷൻ കബഡി എന്നിവ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. K നാരായണൻ, E പ്രഭാവതി, P കുഞ്ഞികൃഷ്ണൻ, കല്ലത്ത് രവീന്ദ്രൻ, A നന്ദകുമാർ, സന്തോഷ് കരിവെള്ളൂർ, K സുരേഷ് ബാബു, KV ദാമോദരൻ, K ഷാഹുൽ ഹമീദ്, ഷൈജു, തമ്പാൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കാങ്കോൽ ALP സ്കൂൾ 110-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അംഗനവാടി നഴ്സറി കലോത്സവം സംഘടിപ്പിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി.
കാങ്കോല LP സ്കൂൾ 110ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അങ്കണവാടി നഴ്സറി കലോത്സവം സംഘടിപ്പിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് പ്രഥമ അധ്യാപിക MP ജയശ്രീ ടീച്ചർ, PTA പ്രസിഡന്റ് N അബ്ദുൾ സമീർ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 വീൽ ചെയർ നൽകി. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ KV രാമചന്ദ്രനിൽ നിന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വീൽ ചെയർ ഏറ്റുവാങ്ങി. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 വീൽ ചെയർ നൽകി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറു ഫിലിപ്പിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വച്ച് ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ KV രാമചന്ദ്രൻ പ്രിൻസിപ്പലിന് വീൽ ചെയർ കൈമാറി. അതുപോലെ തന്നെ നമ്മുടെ ലയൺസ് ക്ലബിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ മർമോൻ സാധാ ഭാഷ ആശംസിച്ച ഏവർക്കും ട്രെയിനറായ ഡോക്ടർ സിദ്ധി, മുന്നിലിരിക്കുന്ന ഡോക്ടർമാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ചടങ്ങിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ സുദീപ് K, ലയൺസ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ രാജീവ്, ലയൺസ് ക്യാബിനറ്റ് സെക്രട്ടറി P ഗംഗാധരൻ, ട്രഷറർ ചാക്കോ ജോസഫ്, ഓഫീസ് സെക്രട്ടറി സിദ്ധാർത്ഥൻ വണ്ണാരത്ത്, ഡോക്ടർ ബാലകൃഷ്ണൻ വള്ളിയോട്ട്, ഡോക്ടർ KT മാധവൻ, ലയൺസ് ക്യാബിനറ്റ് സെക്രട്ടറി ആക്ടിവിറ്റി ഷാജി ജോസഫ്, ആശുപത്രി ഡോക്ടർമാരും നഴ്സുമാരും ജീവനക്കാരും പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പെരുവാമ്പ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് തർബിയത്തുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണവും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ ASI ഹബീബ് റഹ്മാൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പെരുവാമ്പ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് തർബിയത്തുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണവും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ ASI ഹബീബ് റഹ്മാൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഏതായാലും വളരെ പുണ്യമായ ഒരു മാസത്തിൽ, ആ മാസത്തിന്റെ ഏറ്റവും പവിത്രമായ ഒരു ദിനത്തിലാണ് ഏറെ കാലിക പ്രസക്തമായ ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ഇവിടെ നാം ഇങ്ങനെ സംഗമിച്ചിരിക്കുന്നു. അതിന്റെ കാരണം കഴിഞ്ഞ ഇന്ന് മാർച്ച് മാസം 26-ാം തീയതി, കൃത്യം 2 മാസം മുമ്പ് ഫെബ്രുവരി മാസം 25-ാം തീയതി നേരെ പുലരുമ്പോൾ നാമൊക്കെ കേട്ട വാർത്ത. പരിപാടി ഖത്തീബ് സലീം അസ്ഹാരി ഉദ്ഘാടനം ചെയ്തു. KV അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. P ബാലകൃഷ്ണൻ, A ദാമോദരൻ, സമദ് എരന്തല, പലേരി മോഹനൻ, വിവിധ ആരാധനാലയങ്ങളിലെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂരിൽ വൻ ലഹരിവേട്ട. പിടികൂടിയത് 160.05 ഗ്രാം MDMA. കോഴിക്കോട് സ്വദേശി ഷംനാദ്, രാമന്തളി സ്വദേശികളായ PK ആസിഫ്, CA മുഹാദി എന്നിവരിൽ നിന്നാണ് പയ്യന്നൂർ പോലീസ് MDMA പിടികൂടിയത്. 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദറിന്റെ പുണ്യം തേടി പവിത്രമായ റംസാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിച്ച് വിശ്വാസികൾ. മാസങ്ങളിൽ ശ്രേഷ്ഠമായത് റംസാൻ മാസവും ദിവസങ്ങളിൽ ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ചയുമാണെന്നാണ് വിശ്വാസം. രാജഗിരി ക്വാറിയിൽ നിന്ന് മെറ്റലുമായി പോവുകയായിരുന്ന ടോറസ് ലോറി കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. പോലീസ് കസ്റ്റഡിയിലെടുത്ത വാഹനം വിട്ടുകൊടുക്കുന്നതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷം. പ്രതിഷേധക്കാരെ പോലീസ് നീക്കം ചെയ്തു. നിർമ്മാണം പൂർത്തിയായി വരുന്ന പയ്യന്നൂർ കോടതി സമുച്ചയവുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണവുമായി അഭിഭാഷക കൂട്ടായ്മ രംഗത്ത്. 6 നില കെട്ടിടം നിർമ്മിക്കാൻ ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭിച്ചുവെങ്കിലും നിലവിൽ പൂർത്തിയായ കെട്ടിടത്തിന് ഗ്രൗണ്ട് ഫ്ലോർ അടക്കം 4 നിലകൾ മാത്രം. ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു അഭിഭാഷകർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.